യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന അക്രമവാസനയും നിരീക്ഷിക്കാൻ തിങ്ക് ടാങ്ക് പദ്ധതി രൂപീകരിച്ച് സർക്കാർ. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് തിങ്ക് ടാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? ഷമ്മിയാലും ഈ തിങ്ക് ടാങ്ക് രൂപീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ലഹരിക്കെതിരായ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനത്തിൽ ഒന്ന് തിങ്ക് ടാങ്ക് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിങ്ക് ടാങ്ക് രൂപീകരിച്ച് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ അക്രമവാസന, ഇതൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായും തിങ്ക് ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധരെയാണ് ഉൾപ്പെടുത്തി ഈ ഒരു തിങ്ക് ടാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. ഏകദേശം 40ഓളം അംഗങ്ങളാണ് ഈ ഒരു തിങ്ക് ടാങ്കിൽ ഉൾപ്പെടുത്തിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും കുട്ടികളെയും അതോടൊപ്പം തന്നെ കൗമാരക്കാരുടെയും സമഗ്രമായിട്ടുള്ള മാനസിക സാമൂഹിക വികാസത്തിന് വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിക്കുക, ഇതാണ് തിങ്ക് ടാങ്കിന്റെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടിയായിരിക്കും ഈ തിങ്ക് ടാങ്കിലൂടെ യാഥാർത്ഥ്യമാക്കുക. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.